ഹൈമാവതി കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ എന്ന് വെച്ചാൽ ഞെലേശയിൽ തേന് കാണുന്നുണ്ട്. ഞാൻ ഒന്നത് എടുത്തു നോക്കട്ടെ. ഇത് എല്ലാം മേക്കുമേലെ ആയിപ്പോയി. ഇനി അതൊന്ന് നല്ല ഒന്ന് പൊന്തിച്ച് നോക്കട്ടെ. അല്ല അതൊരുപാട് കണ്ടാ, എന്തെല്ലോ ആയിപ്പോയി. കണ്ടാ കണ്ടാ ഒരുപാട് ഇതിൻ്റെ അകത്ത് നിറഞ്ഞു പോയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ഒരുപാട് പുറത്തേക്ക് വെച്ചിട്ടില്ല. അതിൻ്റെ പുറത്തേക്ക് കൂടിയാന്ന് വെച്ച് കാണുന്നത്. കണ്ടാ, ഇതൊന്ന് ഞാനൊന്ന് എടുത്തു നോക്കട്ടെ, നിങ്ങളെ കാണിക്കാല. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതേപോലെ തേനിപ്പോൾ ഒരുപാട് തേനുണ്ട്, എടുക്കാനുണ്ട്. ഞാൻ ഇല്ലയെന്നാണ് വിചാരിച്ചത്. ഇപ്പം നേരത്തെ റബ്ബർ പൂത്തിട്ടില്ലായിരുന്നു, അന്നേരം കിട്ടിയിട്ടില്ല. ഇപ്പം പൂത്തിട്ട് കാണുന്നുണ്ട്. അതാണ് ഇപ്പം ഞാൻ ഇതെടുക്കാൻ നോക്കുന്നു. കുത്തുവാന്നൊന്നും അറിയില്ല, കുത്തട്ട്. ഞാനൊന്നും എടുത്തിട്ടില്ല, തലയിലിടാൻ വരെ എടുത്തിട്ടില്ല. ഈ പുക കൊണ്ട് മാത്രം അതിന് എടുക്കുന്നു. കണ്ടില്ലേ, ഇതേ പുറത്തേക്കൂടി ഒരുപാട് കിഴിഞ്ഞു പോയിന്. കണ്ടാ കണ്ടാ കണ്ടില്ലേ, ഇതാ കണ്ടാ. ഇതിപ്പം കണ്ടല്ലോ, ഇതാ ഇത് കണ്ട. ഇത് ഇവിടെ ഇപ്പം ഇത് ഞാൻ അങ്ങനെ ഉള്ളോട്ടാക്കിയിട്ട് എടുക്കട്ടെ. ഇതെല്ലാം മേക്കുമേലെ കൂടിപ്പോയി തേന്, ഒരുപാട് ആയിപ്പോയി. കുറേ ദിവസം ആയി തോന്നി. ഇതായിട്ടെല്ലാം അടച്ചു വെച്ചിന്. നമുക്കൊന്ന് നോക്കി നോക്കാമല്ലോ. ഏതായാലും ഇപ്രാവശ്യം എനിക്ക് തേന് കിട്ടിയിട്ടില്ല. എന്നാൽ ഇപ്പെങ്കിലും കുറച്ചെങ്കിലും കിട്ടിപ്പോയെങ്കിലായില്ല. അത്രേ കിട്ടിയിട്ടില്ല. എല്ലാം കൂടി എനിക്ക് 1 ലിറ്റർ കിട്ടിയിട്ടില്ല തേന്. 2 നേരം എടുത്തിട്ട് മറ്റ് നല്ലോണം കിട്ടേണ്ടിയാണ്. ഇതിലെല്ലാം തേൻ അടച്ചു വെച്ചിട്ടുണ്ട്. കാണുന്നു, നോക്കാം. ഉണ്ടല്ലേ, ഇത് പുഴുവാണോ എന്താണെന്നൊന്നും അറിയില്ല. ഉണ്ടല്ലേ, കണ്ടാ. കുറച്ച് കാണുന്നുണ്ട്. തൊപ്പനൊന്നും ഇല്ലെങ്കിലും നോക്കാം, എത്ര പേരെ കിട്ടുന്ന നോക്കാമല്ലോ. അതൊന്ന് നിങ്ങളീ കൂടി കാണിച്ചേക്കാന്ന് വിചാരിച്ചില്ല. ഇതിനിടയ്ക്ക് ഒരാൾ പറഞ്ഞു എന്നെ കാണിക്കണേന്ന് പറഞ്ഞു. നമുക്ക് എടുക്കുന്ന കാണിച്ചു തരണേന്ന് പറഞ്ഞു. അതാണിപ്പം ഞാനിപ്പം ഇത് എടുക്കുന്നത്. എന്താ, അടിയിലെല്ലാം ഇതായിപ്പോയിന്. കണ്ടാ, ഒരുപാട് ഇത് അവിടെ ഒട്ടിപ്പിടിച്ച് പോയിന്. കണ്ടില്ലേ, ഇതാ ഇതേപോലെ കണ്ടില്ലേ. ഇതുപോലെ ഒട്ടിപ്പിടിച്ചു വിട്ടിന്. തേനും ഒട്ടിപ്പിടിച്ച് എല്ലാം പടർന്ന് ആയിപ്പോയി. മേലത്തേൽ വെച്ചിട്ടുമില്ല, തായിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്തെങ്കിലും ആട്ടെ, നമുക്ക് കുറച്ച് തേൻ കിട്ടും എന്തായാലും. അതൊന്ന് നമുക്ക് എടുത്ത് കാണിച്ചു തരാമല്ലോ നിങ്ങൾക്ക്. കണ്ടാ, ഇതിപ്പം ഞാൻ ഇതേപോലെ തേൻ എടുക്കുന്നത്. ഇതിനിടയ്ക്ക് എടുക്കുമ്പോൾ കുത്തുന്നുണ്ടായിന്. ഇനിയിപ്പം തേന ആയതുകൊണ്ട് അങ്ങനെ കുത്തൂല. അതാണ് ഞാൻ കുപ്പായൊന്നും ഇടായിനി. കുപ്പായൊന്നും ഇടാനെല്ലാം നിൽക്കുമ്പോഴേക്കും സമീർ പാടാവും. അതുകൊണ്ട് സമീർ പാടായിപ്പോയി. കണ്ടില്ലേ, ഇതേപോലെ ഞാൻ ഇതെടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടക്കട്ടെ. ഇവിടെ വെച്ചാൽ ഇത് ഇങ്ങനെ തന്നെ വന്ന് കയറും. കേട്ടാ, കണ്ടാ കണ്ടാ, ഇതുപോലെ ഇവിടെ തന്നെ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇവർ ഇവിടെ തന്നെ എന്നെ കളി കളിപ്പിക്കും. കേട്ടാ കേട്ടാ
ഉണ്ടാ ഇതേപോലെ ഞാൻ ഇങ്ങോട്ട് എടുത്തു കൊണ്ടക്കട്ടെ. ഇത് കണ്ടില്ലേ, പാടുണ്ട് എല്ലാം അടിയിൽ മേലെയും പറ്റിപ്പോയി. തലകറങ്ങുന്നു എനിക്ക് ഊതുമ്പോ, അതാണ്. ഉണ്ടാ ഇത് കണ്ടില്ലേ, ഇത് കണ്ട ഇങ്ങനെ പുറത്തേക്ക് കീച്ചിനി ഉണ്ടല്ലേ. ഇതൊന്നും ഇങ്ങോട്ട് വെക്കട്ടെ. ഇതിനൊന്നും തേന് വെച്ചിട്ടില്ല, അതിൽ മാത്രമേ ഉള്ളൂ തേന്. തായലത്തേൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. തായലത്തേൽ വെച്ചിട്ട് മേലേക്ക് അവർ പുതിയത് കൂട്ടുക, ഇത് പഴയതായിപ്പോയിനി. അതുകൊണ്ടാണ് അവർ അതിൽ വെക്കാണ്ടിരുന്നത്, പുതിയതാക്കിയത്. ഇത് ഇനി ഒന്ന് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാലോ. ഇത് കണ്ട, ഇത് കണ്ടില്ലേ, ഇതൊന്ന് തായൽ വെച്ചിട്ട് കണ്ട, അത് അതിൻ്റെ മേലെയുണ്ട്, അത് ഒന്ന് മുറിച്ച് കളയട്ടെ, അല്ലെങ്കിൽ ഇട്ടല്ല അത് അങ്ങനെ തന്നെ അവിടെ നിൽക്കും. കണ്ടാ അതിൻ്റെ മേലെയുണ്ട്, ഇത് മുറിച്ച് കളയണം. കണ്ടാ ഇത് കണ്ട, അതിൻ്റെ മേലെ കൂടി വെച്ചിട്ട് പുറത്ത് പൊന്തിയിട്ട് അത് മുറിച്ച് ലെവലാക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ മേലെ വെക്കാൻ കഴിയില്ല അതിന്. അതുകൊണ്ട് ഇതങ്ങ് കുറച്ച് താക്കട്ടെ. ഇച്ചേനെല്ലാം താത്തിട്ട് വേണം. അതിന് വേദന പറ്റിപ്പോയെങ്കിൽ എന്നെ കുത്തും. വേദന പറ്റാണ്ട് എടുത്താൽ കുത്തൂല. അതാണിപ്പം ഞാൻ എടുക്കുന്നത്, ഉണ്ടല്ലേ ഇങ്ങനെ ആക്കുന്നത്. ഇനിയിപ്പോൾ ഇതിങ്ങനെ മല്ല ചോറിൻ്റീറ്റിങ് എടുക്കണം. കേട്ടാ അതിന് വേദന പറ്റിപ്പോയെങ്കിൽ എന്നെ കുത്തു, കണ്ടില്ലേ കേട്ടാ ഇതേപോലെ. ഇനിയിപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ അടിയിൽ വെക്കട്ടെ. ഇതിങ്ങനെ അടിയിൽ വെക്കും. ഇനിയിപ്പോൾ മറ്റേതെല്ലാം എടുത്തിട്ട് ഇവിടെ കൊണ്ടക്കണം. കണ്ടാ തേനായതുകൊണ്ട് ഉറുമ്പ് വന്നിട്ടുണ്ടാ, ഉറുമ്പ് വന്ന് നിറഞ്ഞിനി. എത്ര വേഗം എന്നറിയാം, ചോണം വന്നിട്ട് നിറഞ്ഞു വിട്ടത്. ഇനിയിപ്പോൾ ഇതിലൊന്നുമില്ല, ഇത് വെറുതെ കളയല. ഇനിയിപ്പോൾ ഞാൻ പിന്നെ ഇതിങ്ങോട്ട് എടുക്കട്ട്, അത് പാക്കട്ടെ. ഇതൊന്ന് കാണിച്ചു തരാമല്ലോ. ഇതിങ്ങനെ ഈ പെട്ടി ഇത് കണ്ട, ഇത് നിറയെ ഉണ്ട്. ഇതാണ് തേന്. ഇതിപ്പം ചെത്തിയിട്ട് വേണം. ഇത് കണ്ടില്ലേ, ഇത് ഇത്രയും ഉണ്ട് കണ്ട, ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. ഇത് കെട്ടി വെച്ചതാണ്, തേനട കെട്ടി വെച്ചതാണ്. ഇത് ചെത്തിയിട്ട് വേണം നമുക്ക് തേനെടുക്കടിക്കില്ല. ഇതിപ്പോൾ അവർ അട നിറച്ച് കെട്ടിയതാണ്. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ ചെത്തിയിട്ട് ഇതിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവരെന്നെ ഇത് കുടിക്കും. അതിനു വേണ്ടിയാണ് ഇത് കെട്ടി വെക്കുന്നു. അവർ നിറച്ചു ആയ ഒരു പാകത്തിനായ നിറഞ്ഞാൽ പിന്നെ അവരപ്പാട് ഇതേപോലെ അടച്ചു വെക്കും.
അതിന് വേണ്ടിയിട്ടാണ് ഇത് കേട്ടാ. ഇതിനിപ്പോൾ നിങ്ങൾക്ക് ഒരിക്കൽ കറക്കുന്നതും കൂടി കാണിച്ചു തരാം, അല്ലഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ ഇതെങ്ങനെയാണെന്ന് കേട്ടാ. ഇതേപോലെ ഇത് ചെത്തിയിട്ട് വേണം, ഇങ്ങനെ ചെത്തിയാലേ ഈ തേനിങ് വരൂല, അല്ലെങ്കിൽ തേൻ തേച്ചും വരൂല. ഇങ്ങനെ കെട്ടി വെച്ചാൽ പിന്നെ വരൂല. കുറച്ച് ദിവസം മുമ്പേ എടുക്കണമായിരുന്നു ഇത്, ഞാൻ നോക്കിയിട്ടില്ല ഇങ്ങനെ തേനുണ്ട് എന്നുള്ളത്. തേനില്ല എന്നാ വിചാരിച്ചു, പൂ കണ്ടിട്ടാണ് ഞാൻ ഇന്നലെ നോക്കിനി, അപ്പോൾ കിട്ടിയതാണ്. കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ മിഷൻ ഇതിങ്ങനെ വെച്ചിട്ട് കണ്ടില്ലേ, ഇതാ ഇതുപോലെ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറക്കുമ്പോ ഈ തേൻ ഇതിന്റെ അടിയിൽ വരും. ഇല്ലേ, ഇനി ഞാൻ വയ്യ നിങ്ങൾക്ക് കാണിക്കാം, ഇനി എടുത്തിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. എത്രയോ പാട് ആയിപ്പോയി കേട്ടാ. 1 ലിറ്റർ തേനുണ്ട് കേട്ടോ, 1 കുപ്പി തേനുണ്ട്. 1 ലിറ്ററല്ല, 1 കുപ്പി ഉണ്ടാവും. 1 കുപ്പിയിൽ അധികം ഉണ്ടാവും. 1 ലിറ്റർ ഉണ്ടാവും എന്ന് പറയാൻ കഴിയില്ല, കഷ്ടിയായിട്ടുണ്ടാവും 1 ലിറ്റർ. ഇതിപ്പോൾ ഞാൻ കുപ്പിയിലാക്കിയിട്ടാകുമ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞതാണ്. എങ്ങനെയായാലും 1 കുപ്പി തേനിൽ മേലെ എന്തായാലും ഉണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. നിങ്ങളൊന്ന് ഇത് കാണിക്കണം എന്ന് വെച്ചാൽ കാണിക്കാൻ എന്നോട് പറഞ്ഞതാണ്, തേരെടുക്കുന്നൊന്ന് കാണിച്ചു തരണേന്ന് പറഞ്ഞു. ഇപ്പോൾ കണ്ടില്ലേ, അതാ ഇത് 1 കുപ്പി തേനിൽ മേലെയുണ്ട് എന്തായാലും. അത് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വെച്ചാൽ ഇത് കുപ്പിയിലാക്കിയാലേ കാണിക്കാൻ പറ്റും. അത് ഞാൻ വയ്യ എടുത്ത് ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം.